നമസ്കാരം. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ വീണ്ടും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വില പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് രൂപ 1240 വർദ്ധിച്ച് പുതിയ വില 1,04,240 എത്തിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ 1 ഗ്രാം സ്വർണത്തിന് 155 രൂപ കൂടി 13,030 ഉയർന്നു. ഈ കുതിപ്പ് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കായ സർവകലാ റെക്കോർഡിന് തൊട്ടരികെ എത്തിച്ചിരിക്കുന്നു എന്നത് ഈ സാഹചര്യത്തിൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആഗോളതലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളാണ് ഈ കുതിപ്പിന് ഊർജം പകരുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കേരള വിപണിയിൽ ആഴത്തിൽ അനുഭവപ്പെട്ടുവെന്നും വ്യക്തമാണ്. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുന്നതിന് അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രാദേശിക വിപണിയിലെ വില നിർണ്ണയിക്കുന്നത് അടിസ്ഥാനപരമായി അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളെ ആശ്രയിച്ചാണ്. ആഗോളതലത്തിൽ നടക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ സംഭവ വികാസങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നു. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ആഗോള വിപണിയിൽ വില ഉയരുമ്പോൾ അതിന്റെ പ്രതിഫലനം ആഭ്യന്തര വിപണിയിലും ഉടനടി ദൃശ്യമാകും. നിലവിലെ വിലവർധനവിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. അത് കൂടാതെ തന്നെ ഇറാനിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും അതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായേക്കാം എന്ന ആശങ്കയുമാണ് സ്വർണ്ണവില ഉയരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതത്വങ്ങൾ ഉടലെടുക്കുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണി പോലുള്ള മറ്റ് ആസ്തികളിൽ നിന്ന് പണം പിൻവലിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നു. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നതുകൊണ്ടാണിത്. സേഫ് ഹെവൻ എന്നൊക്കെ പറയാം. ഈ ഒരു പ്രവണത സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും തന്മൂലം വില ഉയരുകയും ചെയ്യുന്നു. ഈ പ്രവണത സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും തന്മൂലം വില സ്വാഭാവികമായി ഉയരുകയും ചെയ്യുന്നു. വില കുറയുമ്പോൾ താൽക്കാലികമായി പിൻവാങ്ങുന്ന നിക്ഷേപകർ വില വീണ്ടും ഉയരുമ്പോൾ വിപണിയിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. ഇത് വിലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നു. അതുമാത്രമല്ല, അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന അഭ്യൂഹം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം കുറയാനും അത് സ്വർണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇതും സ്വർണ്ണവിലയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ആഗോള കാരണങ്ങളാൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ കുതിപ്പ് സ്വർണത്തിന് സവിശേഷമായ സാംസ്കാരിക സാമ്പത്തിക പ്രാധാന്യമുള്ള കേരളത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് ഉപഭോക്താക്കളിലും വ്യാപാരികളിലും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വില എപ്പോൾ കൂടും, വില എപ്പോൾ കുറയും എന്നറിയാത്തതിനാൽ എപ്പോൾ സ്വർണം വാങ്ങണം എന്ന കാര്യത്തിൽ ഉപഭോക്താക്കൾ വലിയ ആശങ്കയിലാണ്. അതേസമയം ഉയർന്ന വിലയ്ക്ക് സ്വർണം സംഭരിച്ച് അതേ വിലയിൽ തന്നെ വിൽക്കേണ്ടി വരുന്ന സാഹചര്യം വ്യാപാരികളെയും സമ്മർദ്ദത്തിലാക്കുന്നു. ഇത് വ്യാപാരത്തിന്റെ അളവ് കുറയ്ക്കാനും ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കാനും കാരണമായേക്കാം. കേരളത്തിലെ നിലവിൽ വിവാഹ സീസണും ഉത്സവകാലത്തും തുടരുന്ന സാഹചര്യങ്ങൾ സ്വർണ്ണവിലയിലെ വർധനവ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സൃഷ്ടിക്കുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കുമായി സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്ന കുടുംബങ്ങൾക്ക് ഈ വിലക്കയറ്റം വലിയ ഭാരമായി മാറിയിരിക്കുന്നു. അസ്ഥിരമായ വിപണി സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ വിലയിരുത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിലവിലെ ആഗോള സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പ്രവചിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷങ്ങൾ തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരത്തിലേക്ക് തന്നെ പോകുമെന്നാണ് വിപണി വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. സർവകാല റെക്കോർഡായ 1,04,440 എന്ന വില മറികടന്ന് സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് ശക്തമായി കുതിക്കുമെന്നാണ് വിപണിയുടെ പൊതുവായ പ്രതീക്ഷ. ചുരുക്കി പറഞ്ഞ അടുത്തിടെയുണ്ടായ സ്വർണ്ണവിലയിലെ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇറാനിലെ സംഘർഷങ്ങൾ പോലുള്ള ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ധനനയത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളുമാണ്. ഈ വിലവർധനവ് കേരളത്തിലെ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ഉത്സവ സീസണുകളിൽ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഇത് വലിയ സാമ്പത്തിക സമ്മർദ്ദമുണ്ടാക്കുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സമീപഭാവിയിലും സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം.